യഥാർത്ഥ ഇപ്പോൾ വി ഡി സതീശൻ ഉന്നയിക്കുന്ന ആരോപണം LDF ഗവൺമെൻറ്റും BJPയും ഒത്തുകളിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ ഒത്തുകളിക്കുന്നത്? വി ഡി സതീശൻ്റെ പേരിൽ ഡയറക്റ്റായി കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ എല്ലാ തെളിവുകളും ഇവിടെയുണ്ട്. പുനർജനി കേസിൽ വിദേശത്ത് പോയി പണം പിരിച്ചതിൻ്റെ തെളിവുകൾ ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ വി ഡി സതീശനെ അറസ്റ്റ് ചെയ്യുന്നില്ല. വി ഡി സതീശൻ്റെ പേരിൽ കേസില്ല. ആ അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒത്തുകളിക്കുന്നത് വി ഡി സതീശനും BJPയുമാണ്. ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ താണിയിറക്കാൻ വേണ്ടി ചില കേസുകളെ മുൻനിർത്തിയിട്ട് ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിന് കീഴടങ്ങുന്ന പ്രശ്നമില്ല. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ നാടകത്തെ തിരിച്ചറിയും, പ്രതിരോധിക്കും. എമ്പുരാൻ സിനിമയിൽ ഒരു ബജ്രംഗിയെക്കുറിച്ച് പറയുന്നുണ്ട്. കേരളം ലക്ഷ്യം വെച്ച് വരുന്ന ബജ്രംഗി. പക്ഷേ കേരളം ലക്ഷ്യം വെച്ച് വരുന്ന ബജ്രംഗിക്ക് എന്താണ് അവസാനം സംഭവിക്കുന്നത് എന്ന് ആ സിനിമയിൽ തന്നെ കാണുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇത്തരം ബജ്രംഗിമാരെ നേരിട്ടതിൻ്റെ അനുഭവവും ചരിത്രവുമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് ഏതെങ്കിലും ബജ്രംഗിയെ ഇറക്കിയിട്ട് കേരളത്തെ അങ്ങ് ഇല്ലാതാക്കാൻ നോക്കണ്ട. ED എന്നെല്ലാം പറയുന്നത് RSSൻ്റെ വളർത്തുപട്ടിയാണ്. RSS അതിൻ്റെ കൂട്ടിലിട്ട് വളർത്തുന്ന വളർത്തുപട്ടിയായിട്ട് ED അധപ്പതിച്ചു എന്ന് കോൺഗ്രസിൻ്റെ സമന്നതരായ നേതാക്കൾ ഉൾപ്പെടെ ദേശീയതലത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കേരളത്തിൽ എത്തുമ്പോൾ ED നല്ല ED ആയിട്ട് സതീശനും കൂട്ടർക്കും തോന്നുന്നുണ്ടെങ്കിൽ സതീശൻ്റെ ഉൾഭയമാണ്. സതീശൻ കീഴടങ്ങിയതിൻ്റെ ലക്ഷണമാണ്. സതീശൻ RSSന് സമ്പൂർണ്ണമായി കീഴ്പ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് EDക്ക് വേണ്ടിയിട്ട് വക്കാലത്തെടുത്ത് സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വാചക കസർത്തുകൾ എന്നുകൂടി ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്.